അസ്സലാമു അലൈക്കും. ഇന്ന് കുറച്ച് അച്ചപ്പം ഉണ്ടാക്കാനായിട്ട് മാവ് കൂട്ടാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ കുറച്ചധികം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് സാധനങ്ങളൊക്കെ കൂടുതൽ എടുത്തിട്ടുള്ളത്. കല്യാണമാണ് വീട്ടിൽ. അപ്പോൾ നമ്മൾ അതിനാവശ്യമായ ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു 6 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കും. മധുരത്തിന് ആവശ്യമായത് അപ്പം മധുരം ഇതാവാൻ വേണ്ടിയിട്ട് നല്ലോണം മെൽറ്റാക്കി എടുക്കണം കേട്ടോ. നല്ല കലക്കിയിട്ട് പഞ്ചസാരയും കോഴിമുട്ടയും കൂടി നന്നായിട്ട് ഇത് മിക്സിയിലും ഇതിലൊന്നും വേണമെന്നില്ല, കയ്യിലുകൊണ്ട് തന്നെ നന്നായിട്ട് അടിച്ച് ഇതാക്കി എടുക്കുക. ഇനി അതിലേക്ക് ആവശ്യമായ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/2 കപ്പ് മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ല നൈസ് പത്തിരിയുടെ പൊടിയാണ് 2 കപ്പ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് ഒരു 1/2 കപ്പ് മൈദപ്പൊടിയും കൂടി ചേർത്തിട്ട് നമ്മൾ ഒരു 3 തേങ്ങയുടെ പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു തരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം ബാലൻസ് ചെയ്യാനായിട്ട്. ഇനി ആ തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ മിക്സാക്കി എടുക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇടാൻ പറ്റാത്തൊരു ഇതിലായിരുന്നു. കല്യാണങ്ങളൊക്കെ ആയിരുന്നു, അതുകൊണ്ട് ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നാണ് ഇനിയിപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ടൊന്ന് വീഡിയോ ഇടാൻ വേണ്ടി ഒരുങ്ങിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും മറക്കരുത് സപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ അതാ ആവശ്യാനുസരണം കുറേശ്ശായിട്ട് നമുക്ക് പാല് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ നമുക്ക് നന്നായിട്ട് നല്ല കട്ടിക്ക് ആദ്യം പിഴിഞ്ഞെടുത്ത് ബാക്കിയും കൂടി പിഴിഞ്ഞിട്ട് നന്നായിട്ട് കിട്ടണ പോലെ പാല് പിഴിഞ്ഞ് വെക്കുക. കാരണം വെള്ളത്തിന് ആവശ്യമായതിന് പകരം പാലങ്ങനെ ചേർത്ത് കൊടുത്താൽ മതിയല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം ആ കട്ടിപ്പാൽ ഒഴിച്ച് കുഴച്ച് പോരാ തോന്നി നോക്കുമ്പോൾ ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കുറേശ്ശായിട്ട് കട്ട കിടാതെ കലക്കിയെടുക്കാം. കുറച്ചും കൂടി വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഉണ്ടാക്കി വരാനൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയതാട്ടോ. വലിയ ഇതൊന്നുമുള്ള ഭാരമുള്ള ജോലിയൊന്നുമല്ല ഇപ്പോൾ അതൊക്കെ. സിമ്പിളായി ഒന്നാണ്. ആദ്യം നമ്മളെ മാവ് കൂട്ടണതിൽ മിസ്റ്റേക്കൊന്നും പറ്റാതിരിക്കുകയാണെങ്കിൽ കറക്റ്റായി കിട്ടും. അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് ചതക്കിയെടുത്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ അത്. കരിഞ്ജീരകം കഴുകിയിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കരിഞ്ജീരകമോ അല്ലെങ്കിൽ കറുത്ത എള്ളോ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ കരിഞ്ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതും കൂടി ആക്കിയിട്ട് നല്ല കുറുക്കത്തിൽ കലക്കിയെടുത്തിട്ടുണ്ട്. ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അതങ്ങനെ അച്ച് മുങ്ങാത്ത രൂപത്തിൽ അതിൽ മുക്കിയിട്ട് നമുക്ക് ഇതേപോലെ എടുത്തിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത് അച്ചുമെന്ന് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ അച്ചൊന്നും കൂടെ എണ്ണയിൽ മുക്കിയിട്ട് വേണം മാവിൽ മുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ മാവ് കറക്റ്റ് ആവലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് കേട്ടോ. കാരണം അത് കറക്റ്റായി കിട്ടിയാൽ ഉണ്ടാക്കലൊക്കെ വളരെ സിമ്പിളായിട്ട് നടക്കും. അപ്പോൾ അതാ ഒരു ഇതുമില്ലാതെ കണ്ടാൽ അങ്ങനെ ഫ്രൈ ആക്കിയെടുക്കുക. 2 അച്ചിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ ഉണ്ടാക്കുമ്പോൾ വേഗം ആയി കിട്ടിയായിരുന്നു. ഇത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ അത് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്രേ ഉള്ളൂ അച്ചപ്പം ഉണ്ടാക്കുന്ന വീഡിയോ. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്.
പിന്നെ നിങ്ങളൊക്കെ എങ്ങനെയാണ് അച്ചപ്പം ഉണ്ടാക്കാറ് എന്താണെന്നുള്ളതൊക്കെ ഇതിൽ വരുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ അറിയാവുന്നവരൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.